ഹലോ ഗായ്സ്, പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. എടുത്തു. എന്നാലും നമ്മൾ വീണ്ടും ഒരു പോക്കുണ്ടല്ലോ, മിഠായാണ് വാങ്ങി കേട്ടോ. അതുകൊണ്ടാണ്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എനിക്ക് പ്രൊമോഷൻ വർക്ക് കിട്ടിയ കട ഉണ്ടല്ലോ പഴയന്നൂർ. അപ്പം നമ്മൾ അങ്ങോട്ടാ പോണത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഡ്രസ്സ് തന്ന് നമ്മളവിടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ വളരെ മോശമല്ലേ. അപ്പം നമ്മളങ്ങ് ഡ്രസ്സ് എടുക്കാൻ പോവാണ് ഗായ്സ്. മഴ വരുന്നുണ്ട്, അതാണ്ട് മഴ തുള്ളിയുണ്ട്. മഴ പെയ്യോ എന്തോ ഏതോന്ന് എനിക്കറിയില്ല. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. പിന്നെന്താണ്, എല്ലാവരും ഡ്രസ്സ് എടുത്തോ. നമുക്ക് നോമ്പ് പെരുന്നാളാകുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ ഒരു ഇൻട്രസ്റ്റ് അല്ലേ. ഈ പെരുന്നാളിന് എല്ലാവരും എടുക്കണമെന്നൊന്നുമില്ല. എടുക്കും. എൻ്റെ കമ്മലുണ്ടോ, ഇതും അസിൻ മൂന്നാർ ടൂർ പോയി വരുമ്പോൾ അസിൻ്റെ ഉമ്മക്ക് കൊടുന്നാണ് ഗായ്സ്. മിഠായാണ് കേട്ടോ. അതാണ് ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. ഓക്കെ, ആരത് തുറക്കണം, ഗേറ്റ് തുറക്കണോ റയ്യാനെ? ഗേറ്റ് തുറക്കണോ? തുറന്നോ? നമ്മളെ അയൽവക്കത്തുള്ള കുട്ടികളാണ്. മറ്റോനെ എവിടെ? ഇതാരാ? കൂട്ടുകാരന്. എന്താ കൂട്ടുകാരൻ്റെ പേര്? രണ്ടുപേരും റയ്യാനെ. അത് നിന്റെ എവിടെയുള്ള കൂട്ടുകാരനെ? റിയാസിന് മാന. മഴയാണ് ഗായ്സ്, മഴയാണ്. പുറത്തേക്ക് ഇറങ്ങിയതാ. മഴ ചാറിക്കൊണ്ടിരിക്കുന്നു ഗായ്സ്. പിള്ളേരുണ്ട്. ഞങ്ങളെ വഴി കേട്ടോ. ഇതാണ് നമ്മളെ അയൽവക്കത്തെ റംലത്താത്ത. പുള്ളി തിരിയാതെ പോവുകയാണ്. അപ്പോൾ പോണ വഴിക്കുള്ള കാഴ്ചകളെ കാണാം കേട്ടോ. കമ്മൽ കണ്ട് ഗായ്സ്. ഇപ്പം എൻ്റെ അസിനല്ല ഇപ്പോൾ കൂടുതൽ എടുക്കൽ, നിക്കാണ് കൂടുതലും കമ്മലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എടുക്കുന്നത്. അസിൻ റെഡിയായി വന്നു ഗായ്സ്. അവിടെ ഒരു കുട്ടീൻ്റെ അസിൻ ബാദുഷ കൊച്ച് വ്ളോഗിൽ നിൽക്കുന്നല്ല കണ്ടു. ചുണ്ടും ചെറിയും കണ്ടും മൂക്ക് മാത്രമേ കാണിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും? താല്പര്യമുള്ളവർ നിൽക്കട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ നമ്മുടെ പിള്ളേർ, അവർക്ക് യാതൊരുവിധ പ്രശ്നമില്ല അല്ലേ. റയ്യാന്മാരെ, രണ്ട് റയ്യാനൊന്നും ഇങ്ങോട്ട് നോക്കിക്ക. ഇതൊരു റയ്യാൻ, മറ്റേ അവിടെ അതാ ഒരു റയ്യാൻ. രണ്ട് റയ്യാന്മാർ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പോണ വഴിക്ക് നമ്മുടെ ലക്കിടി ഗേറ്റ്, അത് പിന്നെ എടുക്കാതെ നമുക്ക് എന്ത് വ്ളോഗ് അതൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ നേരെ പോയില്ല. അങ്ങനെ ഞങ്ങൾ ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. കാരണം അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പം ഞങ്ങളങ്ങനെ ലെഫ്റ്റിലോട്ട് ഇറങ്ങിയിട്ട് അവിടുത്തെ കുറച്ച് ക്ലിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി നമ്മൾ ലക്കിടിത്തെ പാടം, മലകൾ, പിന്നെ പുഴ, അത് എന്താ പറയുക, അത് വേറെ ലെവലാണ് കേട്ടോ. സത്യം നോക്കി എന്തൊരു ഭംഗിയാണെന്ന് പറയാൻ കാണാൻ. അപ്പം എന്നാൽ ശരിയാ സിമോൾ, എന്തായാലും വ്ളോഗ് എടുക്കുക, നമുക്കിതും കൂടി ആഡ് ചെയ്യാൻ പറഞ്ഞ് ഞങ്ങളങ്ങനെ താഴത്തേക്ക് അങ്ങനെ ഇറങ്ങി. നല്ല ഭംഗിയാണ്, ഭയങ്കര ശാന്തത. ഇതാണ്ട പുഴയുടെ സൈഡ്, വെള്ളം കുറവാട്ടോ. എന്നാലും എന്താ പറയുക, അത്രയും മനോഹാരിതയാണ്. അപ്പോൾ ചുമ്മാ ഞാൻ അസിമോളെ ഞാൻ ഇറങ്ങി വരാം, എന്നെ ഒന്ന് വീഡിയോ എടുക്കുക പറഞ്ഞു. അസിൻ പിന്നെ അങ്ങനെ വീഡിയോ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നമ്മളങ്ങനെ പിന്നെ നേരെ നമ്മൾ വീണ്ടും പഴയന്നൂർക്ക് പോവാണ് ഗായ്സ്. ഇത് നമ്മൾ ലക്കിടി പാലം, ഇവർ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയും. എൻ്റെ ഏതൊരു വ്ളോഗ് എടുത്തു കഴിഞ്ഞാലും അതിലേതെങ്കിലും ഒരു സൈഡിലുണ്ടാവും നമ്മുടെ ലക്കിടി പാലത്തിൻ്റെ. അങ്ങനെ ഇതാണ് ഞങ്ങൾ ലക്കിടിപ്പുഴ. കേട്ട് മടത്തുണ്ടാവും, എന്നാലും ഒന്നും കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോട്ടെ. ഒരു തുള്ളി വെള്ളമല്ല, ഒരു തുള്ളിയിലാട്ടോ, വെള്ളം തുള്ളികളൊക്കെ ഉണ്ട്. പക്ഷെ നോക്ക്, നല്ല വെള്ളം കുറവ്. ചീരക്കുഴി പാലാണ് കേട്ടത്. എന്തൊരു വെള്ളം കുറവാണെന്നറിയോ. നമ്മൾ പഴയന്നൂർ പോണ വഴിക്ക് നിർത്തിയിട്ടൊന്ന് വീഡിയോ എടുത്താൽ, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. അല്ലാ, ലോറി പോകുമ്പോൾ പാലം കുലുക്കുലാന്ന് കുലുങ്ങണം. വെയിലടിക്കണു ഗായ്സ്, വെയിലടിക്കണു. നല്ല വെയിൽ മോട്ട്. വേസ്റ്റൊക്കെ കുടന്നിട്ടിരിക്കണു. നോക്ക്, എന്താണ് ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ കണ്ടോ, വേസ്റ്റ് കുടന്നിട്ടിരിക്കണ്. വെള്ളമാണെങ്കിൽ ഇല്ല, പക്ഷെ എന്നാലും ഒരു ചേച്ചി അലക്കുണ്ട്. കുളിക്കണമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇനിയിപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് നോക്കണ്ട. നോക്ക്, നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ നല്ല വെയിൽ മുഖത്തേക്കാണ് അടിക്കുന്നത്. റബ്ബേ, തുള്ളി വെള്ളമില്ല. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളിയായിട്ടുണ്ട്. എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര വെയിൽ മുഖത്തേക്ക് അടിക്കുന്നുണ്ട്. എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ പഴയന്നൂർ പോയി തുണിയൊക്കെ എടുത്തു. ഇനിയിപ്പോൾ ആ ഡ്രസ്സുകൾ എൻ്റെ ഇടുന്നില്ല, ഞാനതിൻ്റെ വ്ളോഗ് വേറെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇടുന്നില്ല. അങ്ങനെ ഞങ്ങൾ തുണിയൊക്കെ പോയി എടുത്ത് മമ്മിക്ക് എടുത്ത് ലക്കിടിമാക്ക് എടുത്തു. പിന്നെ നാത്തൂന് മോള് എനിക്കെടുത്തില്ല, പിള്ളേർക്ക് അങ്ങനെ എല്ലാവർക്കും ഡ്രസ്സ് എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പോയി ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്കും അസിന് പിന്നെ കാളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പം കഴിക്കണം. അപ്പം ഞങ്ങൾ വിശക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും മേടിച്ച് കഴിക്കുകയും ചെയ്തു. ഉച്ചക്ക് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പിന്നെ അപ്പോൾ ഒരു 5:30 സമയമൊക്കെ ആയി. അപ്പോൾ വിശന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കാളം മേടിച്ച് കഴിച്ചു. പഴയന്നൂർ തന്നെയാണ്, ഭയങ്കര ടേസ്റ്റായിട്ട് അടിപൊളി. ഞങ്ങൾ എപ്പോൾ ചേലക്കരയ്ക്ക് പോകുമ്പോഴും അവിടെ നിന്ന് കാളം കഴിച്ചിട്ട് പോവുള്ളൂ. പിന്നെ തിരിച്ച് വരുമ്പോഴും ഈ പറഞ്ഞ പോലെ കാളം കഴിക്കും. നല്ല അടിപൊളി കാളനാണ്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലുണ്ട് ഒരു കുതിര നിൽക്കുന്നു. അപ്പോൾ അതൊരു രസമായി തോന്നിയപ്പോൾ അതങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഈ വ്ളോഗ് കൂടെ ആഡ് ചെയ്തു. പിന്നെ അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വന്തം ലക്കിടിപ്പുഴയിലേക്ക് എത്തി. ഗൈസ് അറിയില്ല എന്ന് വിചാരിക്കും, പക്ഷെ എന്നാലും ഗൈസ് വരും, അതങ്ങനെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ഗേറ്റ് അടച്ചേക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവിടെ അറ്റത്ത് പോയി നിൽക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ വേറൊരു വൈബാണ്, അടിപൊളി. ആ ഒരു വൈകുന്നേരം 6:30 സമയത്തൊക്കെ നമ്മൾ പുഴയുടെ പാലത്തിൻ്റെ മുകളിൽ പോയി നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സൂപ്പറായിരിക്കും. അങ്ങനെ പോയി നിൽക്കാറൊന്നുമില്ല, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ ജസ്റ്റ് നിൽക്കുന്നല്ലാതെ അങ്ങനെ ഇതിനായിട്ട് നമ്മൾ പോയി നിൽക്കാറൊന്നുമില്ല. പിന്നെ അങ്ങനെ വണ്ടികളൊക്കെ സ്പീഡിൽ പോകണ്ടൊക്കെ അവിടെ നിന്നു. അങ്ങനെ പിന്നെ ഞാനും അസിനും 2 റീലൊക്കെ അവിടെ നിന്ന് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നേരെ കൂട്ടുപാതുള്ള സീറ്റ് ഹൗസ് പോയി. നല്ല അടിപൊളി ഷവർമ്മ കേക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും അസിന് ഷവർമ്മ ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഷവർമ്മ വെച്ചാൽ ഭയങ്കര ഇഷ്ടം അസിന്. അപ്പോൾ ഒരു ഷവർമ്മ വീണ്ടും മേടിച്ച് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കേക്ക് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ സീറ്റ് ഹൗസ് പോയി. നമ്മളെ റിഷ്താത്ത റസാക്കാക്ക പോലെ നമ്മളെ ഫ്രണ്ട്, നമ്മളെ ചങ്ക് എല്ലാമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ. അപ്പോൾ അവർ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അതൊരു കേക്ക് മേടിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കേക്കൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ നേരെ നമ്മൾ റിഷ്താത്താൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ അവിടെയുള്ള 2-3 ക്ലിപ്പൊക്കെ എടുത്തു. അവിടുത്തെ ആൾ പറഞ്ഞു ഞങ്ങളെ കട എടുക്കുക പറഞ്ഞു. അങ്ങനെ അതൊക്കെ എടുത്തു. വരുന്ന വഴിക്ക് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചാണ്. അപ്പോൾ അവളെ യൂട്യൂബിൽ വേഗം മുഖം മറിച്ചിരിക്കുക. ഗായ്സ് ഞങ്ങൾ റസ്താക്കാൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ് ഗായ്സ്. അവരാകെ ഷോക്കായി, ഒട്ടും പ്രതീക്ഷിച്ചില്ലെങ്കിൽ ഒരു സംഭവം. അതാണ് നമ്മളെപ്പോഴും ലൈഫിലൊരു സന്തോഷം വേണ്ടേ, സന്തോഷം വേണ്ടേ. അതന്നെ ഇതാണ് ഞങ്ങൾ റസ്താത്താൻ്റെ ഇമ്മ ഗായ്സ്. റസ്താക്കാക്ക കൊടുക്ക് ഫസ്റ്റ് വായിൽ വെച്ച് കൊടുത്തു, നീ വായിൽ വെക്കി. അതന്നെ ഇനി അസിമോൾ കൊടുത്തു. അസിമോള് സീനും പറഞ്ഞു ഇളമാന്റെ ഷെൽസിനൊക്കെ കൊള്ളാലോന്ന്. ഇങ്ങനെ വിചാരിച്ചിട്ടേ ഇല്ലല്ലേ ഇത് നടക്കുന്ന. ഗായ്സ് പൊളിച്ചില്ലേ? ഇങ്ങോട്ട് അസിന് അപ്പോൾ നമ്മളെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ സ്വന്തം ഷംന ലക്കിടി. ഓക്കെ ബൈ. വീഡിയോ മറക്കാതെ എല്ലാവരും കാണണം കേട്ടോ.